ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയത് പ്രസാദം നൽകാനെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സന്ദർശനത്തിന് മുൻകൂറായി അനുമതി വാങ്ങിയത് താൻ അറിഞ്ഞില്ല. തന്റെ മണ്ഡലത്തിലുള്ള വോട്ടർ ആയതുകൊണ്ടാണ് പോറ്റിയുടെ കൂടെ പോയത് എന്നും കാട്ടുകള്ളനാണെന്ന് അറിയില്ലായിരുന്നു എന്നും അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജോൺ ബ്രിട്ടാസ് MPക്കെതിരെ അടൂർ പ്രകാശ് ആരോപണമുയർത്തി. SIT ജോൺ ബ്രിട്ടാസും പോറ്റിയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം. ഇടയിൽ പാലമായി നിൽക്കുന്ന ആളുമായി നിരവധി തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇത് പരിശോധിക്കണം. എല്ലാ ഫോൺ രേഖകളും SIT പരിശോധിക്കണം. ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. ലീഗിന്റെ അധിക സീറ്റ് ആവശ്യത്തിൽ മുന്നണിയിലെ കക്ഷി എന്ന നിലയ്ക്ക് ലീഗിന് അധിക സീറ്റ് ചോദിക്കാമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. MPമാരുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്നുവെന്ന വാർത്ത CPIMന്റെ ആഭ്യന്തര കാര്യമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് CPIMൽ നടപ്പിലാക്കുന്നത്. ജനാധിപത്യപരമായല്ല കാര്യങ്ങൾ നടക്കുന്നത്, ഏകാധിപത്യമാണ് നിലനിൽക്കുന്നത്. UDF 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടില്ലെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരുന്നു. തന്നെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. എന്നാൽ ആരും തന്നെ വിളിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഉണ്ടാക്കിയിട്ടുള്ള പുതിയ പണിയാണ് ഇതെന്നാണ് തോന്നുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. തനിക്കൊന്നും ഒളിച്ചുവെക്കാനോ മറച്ചുവെക്കാനോ ഇല്ല. ഏത് അവസരത്തിൽ ആവശ്യപ്പെട്ടാലും SITക്ക് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണ്. ഏതെങ്കിലും അവസരത്തിൽ SIT വിളിച്ചാൽ മാധ്യമങ്ങളെ കൂടി കൊണ്ടുവരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടും. അനുവദിച്ചില്ലെങ്കിൽ താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളെ കൂടി അറിയിച്ച ശേഷമേ SITക്ക് മുന്നിൽ പോകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. തനിക്ക് യാതൊരു ഭയവും ആശങ്കയുമില്ല, എവിടെയും ഒളിച്ചോടി പോകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സോണിയാഗാന്ധിയെ കാണാൻ താൻ ആർക്കും അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തിട്ടില്ല. ആർക്കും പരിശോധിക്കാവുന്നതാണ്. കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല പോറ്റിയെ കണ്ടത്. ശബരിമല അന്നദാനത്തിന് ക്ഷണിച്ചപ്പോൾ പോയെന്ന് മാത്രം. ബാക്കി കാര്യങ്ങളെല്ലാം SITക്ക് മുന്നിൽ വെളിപ്പെടുത്തുമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. CPMലെ പ്രമുഖർ പ്രതികളായ കേസിൽ അടുത്ത നീക്കം എന്താകുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. കടകംപള്ളി സുരേന്ദ്രനെ അടക്കം ചോദ്യം ചെയ്തത് CPMന് തിരിച്ചടിയായി. ഇതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കളിലേക്കും അന്വേഷണം തിരിക്കാനാണ് നീക്കം. പിണറായി വിജയൻ തന്നെ അത്തരം സമ്മർദ്ദ തന്ത്രവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെ ദേശീയ ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവരാൻ സോണിയാഗാന്ധിയുടെ പേര് ഉയർത്തിയാണ് BJPയും രംഗത്ത് വന്നത്. ഫലത്തിൽ തദ്ദേശത്തിലെ വിജയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വഴിയാണെങ്കിൽ നിയമസഭയിൽ വിഷയത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കാണുന്നത്. കേസിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും CPMന്റെ തലയിൽ നിന്നെടുത്ത് കോൺഗ്രസിന്റെ തലയിലേക്ക് വെക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുകയാണ്.